മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായിട്ട് പതിവ് പോലെ പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. US വിപണിയെ സംബന്ധിച്ച് ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇനി ഫെഡിൻ്റെ റേറ്റ് കട്ട് ഡിസിഷൻസ് വരാനിരിക്കുകയാണ്. ഡാറ്റകളൊക്കെ ഓൾമോസ്റ്റ് ഒരു ഇൻലൈൻ എക്സ്പെക്റ്റേഷൻസിന് ഇൻലൈനായിട്ട് എത്തുന്ന ഡാറ്റകളുണ്ട്. അതോടൊപ്പം തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന ഡാറ്റകളും കഴിഞ്ഞ വീക്കിലൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും 25 ബേസിസ് പോയിന്റിൻ്റെ റേറ്റ് കട്ട് തന്നെയാണ് ഇപ്പോൾ ഭൂരിഭാഗം അനലിസ്റ്റുകളും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു റാലി നമുക്ക് US വിപണിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വീക്കിലി ഗെയിൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് സൂചികകളൊക്കെ തന്നെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെന്റ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും 8 ദിവസത്തെ ഒരു കറക്ഷന് ശേഷം ഇന്നലെ മെഞ്ഞാന്നും നമുക്ക് നല്ലൊരു റിക്കവറി ഡൗ ജോൺസിൽ കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈ 41,600 പോയിന്റ്സ്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഡൗ ജോൺസ് ഇൻഡെക്സിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിലെ വലിയൊരു കറക്ഷന് ശേഷം കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു റിക്കവറി കാണാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് ഈവൻ ദെൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോഴും ബെയറിഷായി തന്നെ തുടരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലെ മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 20,000 പോയിന്റിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ ക്രൂഡിനെ സംബന്ധിച്ച് ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു വർധനവ് തന്നെയായിരുന്നു കഴിഞ്ഞൊരു സെഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ബ്രെന്റ് ക്രൂഡിനെ സംബന്ധിച്ച് ബാരലിന് $72 മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. WTI സംബന്ധിച്ചും ഒരു നേട്ടം തന്നെയായിരുന്നു കഴിഞ്ഞ സെഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ക്രൂഡിൽ നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഇന്നലെ മെഞ്ഞാന്നും നമുക്കൊരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചു. അതിനെ തുടർന്നായിരുന്നു ആ ഒരു റിക്കവറി കാണാൻ സാധിച്ചത്. ക്രൂഡിന്റെ കേസിലെ ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ക്രൂഡ് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ $72, അതിനെ തുടർന്ന് 73, 74 റേഞ്ചിൽ. ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ക്രൂഡിൽ വീണ്ടും ഒരു ബുള്ളിഷ്നെസ് വരാൻ പോകുന്നുള്ളൂ. At this point, outlook for crude continues to be bearish. സ്വർണം കഴിഞ്ഞൊരു സെഷനിൽ പുതിയൊരു റെക്കോർഡ് ഹൈയിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു. ഡോളറിന് ട്രൈ ഔൺസിന് 2560.01 എന്ന റേഞ്ചിൽ പുതിയൊരു റെക്കോർഡ് ഹൈയിലേക്ക് ഗോൾഡിനെ സംബന്ധിച്ച് ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഗോൾഡിൽ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ അണ്ടർടോൺ വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് നമുക്കറിയാൻ കഴിഞ്ഞൊരു 10 ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് $2,570 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഒത്തിരി ശ്രമം നടന്നിരുന്നു. ആൻഡ് യെസ്റ്റർഡേസ് ട്രേഡിംഗ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു. കറന്റ് ലെവൽസിൽ നിന്നും വീണ്ടും നമുക്കൊരു $20 മുതൽ $35 നേട്ടം സ്വർണത്തിൽ പ്രതീക്ഷിക്കാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട $2,525 ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് 470 പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ 25,388 എന്നൊരു പുതിയൊരു റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ ഇൻട്രാഡേയിൽ സർവകാല ഉയരത്തിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് എത്താൻ വേണ്ടി സാധിച്ചു. 25,400 മറികടന്നുകൊണ്ടാണ് ഇന്നലെ ഇൻട്രാഡേ ഹൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവസാന മണിക്കൂറുകളിലാണ് ശക്തമായിട്ടുള്ളൊരു മൂവ്മെന്റ് നമ്മുടെ നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ടും നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ഒരു ബുള്ളിഷ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതയുണ്ടോ? നിഫ്റ്റി 50 നമുക്ക് അഗൈൻ ഈ മാസത്തിന്റെ തുടക്കത്തിൽ വലിയൊരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. ആൻഡ് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും നമുക്ക് ഒരു ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു, എസ്പെഷ്യലി യെസ്റ്റർഡേ. ആൻഡ് അതിനെ തുടർന്ന് വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് തീർച്ചയായിട്ടും വി ക്യാൻ എക്സ്പെക്ട് എ കണ്ടിന്യൂഷൻ ഓഫ് ദ ബുൾ റൺ. അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 25,550, അതിനെ തുടർന്ന് 25,700 പോയിന്റ്.
നിഫ്റ്റി ബാങ്ക് സൂചികയും 762 പോയിന്റിന്റെ ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 81,772 എന്നൊരു റേഞ്ചിനാണ് നിഫ്റ്റി ബാങ്ക് സൂചിക ക്ലോസ് ചെയ്തത്. കഴിഞ്ഞൊരു സെഷനിൽ 51,878 എന്നുള്ള റേഞ്ചിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്ക് സൂചിക്ക് സാധിച്ചിരുന്നു. പ്രധാനമായിട്ടും കൊട്ടക് ബാങ്ക് അടക്കമുള്ള ബാങ്കിങ് ഓഹരികളിൽ നല്ലൊരു മൂവ്മെന്റ് കഴിഞ്ഞ സെഷനിൽ കണ്ടിരുന്നു. നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് 51,400 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഒരു ശ്രമമായിരുന്നു. ആൻഡ് ഇന്നലത്തെ ആ ഒരു സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് ആ ഒരു റെസിസ്റ്റൻസിൽ ബ്രേക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സോ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് 51,900 പോയിന്റിന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 53,200. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 55,100 പോയിന്റ് വരെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് നമുക്ക് നേട്ടം നൽകാൻ സാധിക്കും. അതോടൊപ്പം കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ഐ ടി സൂചികയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ വലിയ തോതിലുള്ളൊരു പിന്തുണ നിഫ്റ്റിയുടെ റാലിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഐ ടി സൂചികയെ സംബന്ധിച്ച് 1.5% നേട്ടമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഓട്ടോ സൂചികയും വലിയ തോതിലുള്ളൊരു പിന്തുണ കഴിഞ്ഞൊരു സെഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഐ ടി സൂചികയെ സംബന്ധിച്ച് ഭൂരിഭാഗം ഐ ടി ഓഹരികളെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് നോട്ടിൽ തന്നെയാണ് കഴിഞ്ഞ സെഷൻ വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രത്യേകിച്ചും വിപ്രോ, ടെക് മഹീന്ദ്ര, ഇൻഫോസിസ് പോലുള്ള ഓഹരികൾ ശക്തമായിട്ടുള്ളൊരു നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി ഐ ടി ഓഹരികളെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? നമുക്ക് നിലവിൽ ഏതെങ്കിലും ഐ ടി ഓഹരികൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? നിഫ്റ്റി ഐ ടി ഇൻഡെക്സിന്റെ അണ്ടർ ടോൺ ഓൾറെഡി വളരെ ബുള്ളിഷായി തന്നെയായിരുന്നു. ആൻഡ് ഒരു ചെറിയൊരു കൺസോൾട്ടേഷന് ശേഷം വീണ്ടും ട്രെൻഡ് ഇസ് ബിക്കമിങ് അഗെയിൻ വെരി വെരി ബുള്ളിഷ്. സോ നിഫ്റ്റി ഐ ടി ഇൻഡെക്സിന്റെ കേസിൽ അവിടെ നമ്മുടെ അടുത്തൊരു 2 ടാർഗറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ 43,700 അതിനെ തുടർന്ന് 44,300 പോയിന്റും ആയിരിക്കും. ആൻഡ് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ടി സി എസിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസിൽ 4,600 വിച്ച് ഇസ് വെരി ഓൾ ടൈം ഹൈയസ്റ്റ്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഇൻഫോസിസിന്റെ കേസിൽ അഗെയിൻ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ ഒരു സ്റ്റോക്കിൽ ഓൾ ടൈം ഹൈ 1,976 രൂപയിലെ കാണുന്നത്. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആൻഡ് HCL ടെക്നോളജിയുടെ കേസിൽ 1,820 രൂപയിൽ റെസിസ്റ്റൻസ് ഉണ്ട് വിച്ച് ഇസ് അഗെയിൻ ദ ഓൾ ടൈം ഹൈ. അഗെയിൻ മൈ എക്സ്പെക്ടേഷൻ ആ ഒരു ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓട്ടോ സൂചികയെ സംബന്ധിച്ച് 2% നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാനമായിട്ടും ഐഷർ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ പോലുള്ള ഹീറോ മോട്ടോകോപ്പ് പോലുള്ള ഓഹരികളെ സംബന്ധിച്ചാണ് ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത്. ഓട്ടോ സെക്ടറിലുള്ള സാറിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? അതോടൊപ്പം തന്നെ ഓട്ടോ സെക്ടറിൽ നമുക്ക് ഒരു ലോങ് ടേം ബൈയിങ് ഓപ്പർച്യൂണിറ്റിയുള്ള ഓഹരികളുണ്ടോ? ഓട്ടോ സെക്ടറിന്റെ കേസിൽ ഒരു മിക്സഡ് ബാഗായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള സ്റ്റോക്കിലൊക്കെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരുന്നു. ടാറ്റ മോട്ടോറിന്റെ കേസിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ലെവൽ 950 രൂപയിലുണ്ട്. ആൻഡ് ഇന്നലെ നമുക്ക് കാണാൻ സാധിക്കുന്ന 958 രൂപ വരെ എത്തിയതിനു ശേഷം ഒരു ഷോർട്ട് കവറിങ് നടന്നിരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ടാറ്റ മോട്ടോഴ്സിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോ, TVS മോട്ടോ മുതലായ 2 വീലർ സ്റ്റോക്സിലൊക്കെ അണ്ടർ ടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. അത്തരം സ്റ്റോക്സിലൊക്കെ നമുക്കൊരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കും. മാരുതിയുടെ കേസ് എടുക്കുമ്പോഴേക്കും മാരുതി അൺഫോർച്ചുനേറ്റ്ലി ഒരു സൈഡ് വേസ് ട്രെൻഡിലോട്ട് പോയിട്ടുണ്ട്. മാരുതിയുടെ കേസിൽ 12,600 പോയിന്റ് ആയിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. 12,600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. അതോടൊപ്പം മെറ്റൽ സെക്ടറിൻ്റെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ച് നാഷണൽ അലുമിനിയം, NMDC, ഹിൻഡാൽകോ, ഒപ്പം തന്നെ ജിൻഡാൽ സ്റ്റീൽ പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് 4% നേട്ടത്തോടു കൂടിയിട്ടാണ് കഴിഞ്ഞൊരു സെഷൻ ക്ലോസ് ചെയ്തത്. മെറ്റൽ ഓഹരികൾ ത്രൂ ഔട്ട് നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കഴിഞ്ഞൊരു സെഷനിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ച് സാറിൻ്റെ മുന്നോട്ടേക്കുള്ളൊരു വ്യൂ എന്താണ്? നിലവിൽ നമുക്ക് മെറ്റൽ സെക്ടറിൽ ഇത്തരത്തിൽ ഒരു ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? മെറ്റൽ സെക്ടറിൽ ഒരു പ്രോബ്ലം എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ സെക്ടർ ഒരു സൈക്ലിക്കൽ സ്റ്റോക്കാണ്.
ആൻഡ് നമ്മൾ ഫ്രം എ വെരി ലോങ് ടേം പെർസ്പെക്റ്റീവ് ചൈനയിൽ നിന്നും എസ്പെഷ്യലി സ്റ്റീൽ സെക്ടറിലോട്ട് ഒത്തിരി ഡംപിംഗ് നടക്കുന്നുണ്ട്. സോ സ്റ്റീൽ സെക്ടറിലോട്ട് പേഴ്സണലി അറ്റ് ദിസ് പോയിന്റ് ഒരു പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യത്തില്ല. സോ ടാറ്റ സ്റ്റീലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ടാറ്റ സ്റ്റീൽ അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. ടാറ്റ സ്റ്റീലിന് 160 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. JSW സ്റ്റീലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അണ്ടർടോൺ ബുള്ളിഷ് ആണെങ്കിൽ പോലും ഒത്തിരി റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോക്കാ JSW സ്റ്റീൽ. ജിൻഡാൽ സ്റ്റീലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇന്നലെ ഒരു ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ടേണിംഗ് ബുള്ളിഷ്. ബട്ട് ജിൻഡാൽ സ്റ്റീലിന്റെ കേസിൽ 1080, 1100 ഈ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കും അഗെയിൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ഫേസ് എ റെസിസ്റ്റൻസ്. ഇന്നലെ നിഫ്റ്റി 50 സ്റ്റോക്സിൽ ഏറ്റവും അധികം നമുക്ക് നേട്ടം കാണാൻ സാധിച്ചത് ഇറ്റ് വാസ് ഇൻ ദ കേസ് ഓഫ് ഹിൻഡാൽകോ. ബട്ട് ഹിൻഡാൽകോയുടെ കേസിൽ പോലും ഒരു ലോ റിസ്ക് ആയിട്ട് എനിക്ക് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 720 രൂപ. NMDCയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ NMDC ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷായി തുടരുന്നു. NMDCയുടെ കേസിൽ 240 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അഗെയിൻ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി NMDCയിൽ കാണാൻ സാധിക്കുന്നില്ല. പ്രേക്ഷകരുടെ ക്വരീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജുബിലിയൻ ഇൻഗ്രേവിയയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 1.5% നഷ്ടത്തിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജുബിലിയൻ ഇൻഗ്രേവിയ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇതിൽ കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഐ തിങ്ക് ഈ സ്റ്റോക്ക് ഒരു 52 വീക്ക് ഹൈ ലെവലിൽ ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 695 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. റിലയൻസിന്റെ വ്യൂ ആണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 2% നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. റിലയൻസ് ഇൻഡസ്ട്രീസ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഒരു 1:1 ബോണസ് അനൗൺസ് ചെയ്തത്. അതിന്റെ റെക്കോർഡ് ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി ഒരു റിലയൻസിൽ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് കറന്റ് ലെവൽസ് വളരെ നല്ലൊരു ലെവൽ ഒരു ലോങ് പൊസിഷൻ ബിൽഡ് ചെയ്യാനായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ കേസിൽ ഒരു മേജർ സപ്പോർട്ട് ഏരിയ കാണുന്നത് 2860 രൂപയിൽ. ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 3060 മുതൽ 3100 രൂപ വരെ. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിന്റെ വ്യൂ ആണ് ഒരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 2%-ലധികം നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ് അറ്റ് ദ മൊമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 225, അതിനെ തുടർന്ന് 230 രൂപ. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 208 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു പ്രേക്ഷകൻ വിഷ്ണു പ്രകാശ് ആർ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 1.5% ഒരു നേട്ടത്തിൽ 237 എന്നുള്ളൊരു റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വിഷ്ണു പ്രകാശ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്കിൽ അഗെയിൻ കാര്യമായിട്ട് നമുക്കൊരു ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. 2023 ഓഗസ്റ്റ് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ ആയിരുന്നു ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഒത്തിരി നേട്ടം നൽകിയിരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 223 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 270 രൂപയിലായിരിക്കും. വി-ഗാർഡ് ഇൻഡസ്ട്രീസിന്റെ വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 1%-ലധികം ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. So V-Guard Industries long-term trend is bullish, but short-term trend കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് സൈഡ് വേസ് ആയി ഒരു പാറ്റേണാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 500 രൂപയിൽ. 500ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. പതഞ്ജലി ഫുഡ്സിന്റെ വ്യൂ ആണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 1931 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പതഞ്ജലിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു.
ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ കൈവശം ഉണ്ടെങ്കിൽ 1870 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. എവറഡിയുടെ വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 2% നേട്ടത്തിൽ 451 രൂപയിലാണ് കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എവറഡിയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ടിൽ എന്ന് പറയുന്നത് 423 രൂപയിലാണ്. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു ഫർദർ വീക്ക്നെസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്റ്റോക്കിൽ പുതിയൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കറന്റ് ലെവൽസിൽ കാണാൻ സാധിക്കുന്നില്ല. യഥാർത്ഥ ഹോസ്പിറ്റലിലെ വ്യൂ ആണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ യഥാർത്ഥ ഹോസ്പിറ്റൽ 8% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. 568 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥ ഹോസ്പിറ്റൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒത്തിരി നാളായിട്ടില്ല. ബട്ട് ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്കാണ് യഥാർത്ഥ ഹോസ്പിറ്റൽ. ആൻഡ് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷന് ശേഷം വീണ്ടും ഇതിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ശക്തമായിട്ടൊരു ബുള്ളിഷ് മൂവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 2 റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 590, അതിനെ തുടർന്ന് 620, അതിനെ തുടർന്ന് 650. ഉഗ്രോ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 2% നേട്ടത്തിൽ 237 രൂപയിലാണ് കഴിഞ്ഞൊരു സെഷനിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. യുഗോ ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനി ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ബോർഡൽ കെമിക്കൽസ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കിന്റെ വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 0.5% ഒരു നഷ്ടത്തിൽ 79 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ സ്പെല്ല് ചെയ്യാം, BODAL. ബോർഡോ കെമിക്കൽസ് വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള ഒരു കാര്യം മറക്കരുത്. ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിലും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണുന്നില്ല. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് വരുന്നതിന് മുൻപ് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഇന്ന് പ്രേക്ഷകര് ഗാർഡൻ റീച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ചൊക്കെ സംസാരിക്കുമെന്ന. സോ അതിനെക്കുറിച്ചൊരു വ്യൂ നൽകിയിട്ട് വി ക്യാൻ ടേക്ക് മോർ ക്വസ്റ്റ്യൻസ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് മാസഗോൺസ് ഡോക്കിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ 2-3 സെഷൻസിൽ സംസാരിച്ചിരുന്നു. നല്ലൊരു ലോ റിസ്ക് ബൈയിങ് സെറ്റപ്പ് ഈ സ്റ്റോക്സിൽ ഫോം ചെയ്ത് വരുന്നുണ്ട്. നമ്മളെ ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ ഗാർഡൻ റീച്ചിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1800 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് 1900, അതിനെ തുടർന്ന് 2000 രൂപയിലും ആയിരിക്കും. മാസഗോൺ ഡോക്കിന്റെ കേസിലും നമുക്കൊരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 4410 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 4600 ആൻഡ് 4800. ആദിത്യ ബിർള ഫാഷന്റെ വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. ആദിത്യ ബിർള ഫാഷനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 3% നേട്ടത്തോടു കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ആദിത്യ ബിർള ഫാഷൻ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ ഒരു 2 മാസം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ ഫേസ് ആയിരുന്നു. ഇന്നലെ നല്ലൊരു സ്ട്രോങ് ക്ലോസ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 340, അതിനെ തുടർന്ന് 350. ഒന്നിലധികം പ്രേക്ഷകർ ബാങ്കിങ് സ്റ്റോക്കുകളായിട്ടുള്ള IDFC ഫസ്റ്റ് ബാങ്കിനെ കുറിച്ചും ഒപ്പം തന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. IDFC സംബന്ധിച്ചും 1.5% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസിനെ സംബന്ധിച്ച് 0.5% നേട്ടമാണ് പ്രകടമാക്കിയത്. IDFC ഫസ്റ്റ് ബാങ്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 71 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 76 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യപ്പെടണം. 76ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 79 രൂപയിലായിരിക്കും. IOBയുടെ കേസ് എടുക്കുമ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് IOB, സെൻട്രൽ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര,
പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് മുതലായ സ്റ്റോക്സിൽ ഒന്നും തന്നെ ഒരു പുതിയ ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. മഹീന്ദ്ര ലൈഫ് സ്പേസിന്റെ വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. 1% ഒരു നഷ്ടത്തിൽ 542 രൂപയിലാണ് കഴിഞ്ഞ സെഷൻ ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി മഹീന്ദ്ര ലൈഫ് സ്പേസിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗർ കാണാൻ സാധിക്കുന്നില്ല. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ജൂൺ 4 നമുക്ക് ഈ സ്റ്റോക്ക് നൽകിയ ഒരു ലോവസ്റ്റ് ലെവൽ 515 രൂപയായിരുന്നു. ആ ലെവലിൽ തന്നെ നമ്മൾ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഉഷ മാർട്ടിനുള്ള വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ഉഷ മാർട്ടിനെ സംബന്ധിച്ച് 358 രൂപയിലാണ് കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഉഷ മാർട്ടിൻ വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള ഒരു കാര്യം മറക്കരുത്. ബട്ട് കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് 363 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പിന്നീടുള്ള റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 370, അതിനെ തുടർന്ന് 380, 390. കൃതി ഇൻഡസ്ട്രീസ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റോക്കിന്റെ വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 4% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൃതി ഇൻഡസ്ട്രീസ് വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള ഒരു കാര്യം മറക്കരുത്. ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൺസോൾട്ടേഷന് ശേഷം ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊരു എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ 224 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 240, അതിനെ തുടർന്ന് 255 ആയിരിക്കും. ലോങ് പൊസിഷൻ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 206 രൂപയിലായിരിക്കും. PFCയുടെ വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. PFC കഴിഞ്ഞ സെഷനിൽ 1% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. PFCയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ബയോകോണിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 2% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബയോകോണിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഒരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 365 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്റർഗ്ലോബ് ഏവിയേഷന്റെ വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. 2% നേട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്റർഗ്ലോബ് ഏവിയേഷൻ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 3 റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 5090 രൂപ, അതിനെ തുടർന്ന് 5280, അതിനെ തുടർന്ന് 5460. EID പാരി ലിമിറ്റഡിലുള്ള വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 1% നഷ്ടത്തിൽ 808 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. EID പാരിയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയി മാറിയിട്ടുണ്ട്. അറ്റ് ദിസ് പോയിന്റ് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗർ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 795 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് അവസാനമായിട്ട് നൈക്കയുടെ വ്യൂ കൂടി ചോദിക്കുകയാണ്. നൈക്ക കഴിഞ്ഞ സെഷനിൽ 2% ഇടിഞ്ഞിരുന്നു. നൈക്കയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ 202 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ ഈ സ്റ്റോക്ക് 218 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. അതോടൊപ്പം തന്നെ അഡ്വാൻസ് ഹാപ്പി ഓണം വിഷസ് അറിയിക്കുകയാണ്.